ഒരു പെൺകുട്ടി റിവറിൽ ഒഴുകുന്ന വെള്ളം കുടിക്കാനായി പോകുന്നു. അപ്പോൾ അവരുടെ കൂടെ വന്ന ഗൈഡ് അവളെ സ്റ്റോപ്പ് ചെയ്ത് ആ നദിയുടെ പാരസൈറ്റിനെ കാണിക്കുന്നു. അതിനാൽ ആ വെള്ളം കുടിക്കാൻ ഒരുങ്ങിയവർ എല്ലാം പേടിച്ചെഴുന്നേൽക്കുന്നു. അപ്പോൾ ആ ഗൈഡും ആ പാരസൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ഭ്രാന്തായി നടക്കും. അപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് അലറിക്കൊണ്ടേ മയങ്ങി വീഴുന്നു. അതുകണ്ട് ആ ഗൈഡും തൻ്റെ വിരൽ കട്ട് ചെയ്ത് ബ്ലഡ് വരുത്തി അയാളുടെ കാതിലേക്ക് വെക്കുന്നു. അപ്പോൾ അവൻ്റെ കാതിനുള്ളിൽ നിന്നും ഒരു കുട്ടിപ്പാമ്പ് ബ്ലഡിൻ്റെ സ്മെല്ലിൽ അട്രാക്റ്റായി അവൻ്റെ വിരലിലേക്ക് കടിച്ചു ചുറ്റുന്നു. അതിനെ കൊല്ലാതെ കരയിലേക്ക് എറിയുന്നു. അതിനുശേഷം അടുത്തുള്ള ഒരു ദ്വാരത്തിലേക്ക് കൈയിടുന്നു. അവൻ എന്തു ചെയ്യുന്നെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് അവൻ കൈ പുറത്തെടുത്താൽ കയ്യിൽ ചുറ്റി ഒരു മലമ്പാമ്പിരിക്കുന്നു. അവൻ മറ്റുള്ളവരോട് ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നു. എന്നിട്ട് എല്ലാവരും അത് കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കുന്നു. എന്നാൽ ഗൈഡ് മാത്രം ആ പാമ്പിനെ പച്ചയ്ക്ക് കഴിക്കുന്നു. എന്നിട്ട് മറ്റുള്ളവരോട് കുക്ക് ചെയ്ത് കഴിച്ചാൽ ആ സ്മെല്ലിന് അട്രാക്റ്റായി ധാരാളം അനിമൽസ് വരും, അതിനാൽ പെട്ടെന്ന് കഴിക്കാൻ പറയുന്നു. അവൻ പറഞ്ഞതുപോലെ ഒരു അനാക്കോണ്ട സഡനായി വന്ന് ആ കുട്ടിപ്പയ്യനെ കടിച്ചുകൊണ്ടു പോകുന്നു. അപ്പോൾ തന്നെ രണ്ടുപേരും ആ പയ്യന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ അതിനെ കണ്ട് പേടിച്ചോടുന്നു. അപ്പോൾ ആ ഗൈഡും വലിയ വുഡൻ സ്റ്റിക്ക് കൊണ്ട് പാമ്പിനെ അടിച്ചതും അത് ആ പയ്യനെ വിട്ടു പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കഴുത്തിലൂടെ ഒരു പാരസൈറ്റ് പ്രവേശിക്കുന്നു. അതിനാൽ അവൻ സ്വയബോധമില്ലാതെ കുടിക്കാനായി വെള്ളം അന്വേഷിച്ചു പോകുന്നു. അവനെ അന്വേഷിച്ചു വരുന്ന അവൻ്റെ ചേട്ടൻ അവൻ ഒരിടത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അവനെ വിളിച്ചാലും അവൻ ഭ്രാന്തനെ പോലെ വെള്ളത്തെ നോക്കി നിന്നിട്ട് അതിലേക്ക് ചാടുന്നു. അത് കുടിക്കാൻ ഒരുങ്ങുന്നു. അത് കണ്ട ചേട്ടനും തടയാൻ ശ്രമിച്ചാലും അവൻ്റെ കയ്യിൽ കടിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ മൂക്കിൽ നിന്നും ആ പാരസൈറ്റ് പുറത്തു വരുന്നത് കാണുന്നത്. കൂടാതെ അവിടേക്ക് ആ വലിയ അനാക്കോണ്ട വന്ന് അവനെ പിടിച്ചുകൊണ്ടു പോകുന്നു. ആ കാര്യം അറിഞ്ഞ എല്ലാവരും കാട്ടിലൂടെ പോകുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് കാട്ടിലൂടെ ഒഴുകുന്ന നദിയിലൂടെ നടക്കുന്നു. അപ്പോൾ അവരുടെ കാലിൻ്റെ അടിയിലൂടെ ആ അനാക്കോണ്ട പാമ്പ് ഇഴഞ്ഞു പോകുന്നത് എല്ലാവരും ഫീൽ ചെയ്യുന്നു.